ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനുമായുള്ള ചർച്ച ഇസ്ലാമാബാദിൽ. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിലെന്നും പൂഴ്ത്തിവയ്പ് തടയുന്നതിനുള്ള നടപടികൾ രാജ്യത്ത് സജീവമാണെന്നും പെട്രോളിയം മന്ത്രാലയം. ആഗോള തത്സമയ പണമിടപാടുകളിൽ കരുത്തറിയിച്ച് ഇന്ത്യയുടെ UPI സംവിധാനത്തിന്റെ പ്രവർത്തനം ഒരു ദശകം പൂർത്തിയാക്കി. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഭിനന്ദിച്ച് വിദേശ പ്രതിനിധി സംഘം. തെരഞ്ഞെടുപ്പിലെ സുതാര്യത പ്രശംസനീയമെന്ന് സംഘം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ ചർച്ച നടത്തുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘവും തമ്മിലാണ് ചർച്ച. ഇറാനെതിരായ സൈനിക നീക്കത്തിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമാണ് ചർച്ചകൾ. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം എന്നിവ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷ. ഇറാനിൽ അകപ്പെട്ട 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അർമേനിയയിലൂടെ തിരികെ എത്തിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സഹായിച്ച അർമേനിയൻ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം Xൽ കുറിച്ചു. അടുത്തിടെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സൗദി അറേബ്യൻ മന്ത്രി മജീദ് ബിൻ അബ്ദുള്ള അൽ ഖസബിയുമായി നടത്തിയ വെർച്വൽ കോളിലാണ് ശ്രീ ഗോയൽ ഇക്കാര്യം പറഞ്ഞത്. അസ്ഥിരതകൾക്കിടയിലും ഇന്ധന വിതരണ ശൃംഖല നിലനിർത്താനുള്ള സൗദിയുടെ ദൃഢനിശ്ചയത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്ത് ആഭ്യന്തര ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നലെ മാത്രം 51.5 ലക്ഷത്തോളം സിലിണ്ടറുകളാണ് വിതരണം ചെയ്തത്. പാചകവാതക സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിന് പരിശോധനകൾ ശക്തമാക്കുമെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. LPG സിലിണ്ടറുകൾ വഹിച്ചുള്ള ഇന്ത്യൻ കപ്പൽ ജഗ് വിക്രം ഹോർമൂസ് കടലിടുക്ക് ഇന്ന് സുരക്ഷിതമായി കടന്നു. 20,400 മെട്രിക് ടൺ LPGയുമായി ഈ കപ്പൽ ബുധനാഴ്ച മുംബൈയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് അഭയാർത്ഥികളായി എത്തിയവർക്ക് പൂർണ്ണ ഭരണഘടനാവകാശങ്ങൾ ലഭിക്കുമെന്നും എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്നും പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ കത്വയിൽ ഇന്നൊരു പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഡിജിറ്റൽ പണം കൈമാറ്റ സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം പൂർത്തിയായി. ആഗോള തത്സമയ പണമിടപാടുകളിൽ UPIക്ക് ഏകദേശം 49% വിഹിതമുള്ളതായാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഇന്ത്യയിലെ പണമിടപാടുകളുടെ നട്ടെല്ലായി മാറിയ UPIയെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കറൻസി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് തത്സമയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിലെ നാഴികക്കല്ലാണ് UPI. 2016 നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഡിജിറ്റൽ പണം കൈമാറ്റ സംവിധാനമായ UPI ആരംഭിച്ചത്. ഉപയോക്താക്കൾക്ക് അവരുടെ ബാങ്കോ പ്ലാറ്റ്ഫോമോ പരിഗണിക്കാതെ എളുപ്പത്തിൽ ഇടപാട് നടത്താൻ ഇത് സഹായിക്കുന്നു. നിലവിൽ 691 ബാങ്കുകളുമായി UPI ബന്ധിപ്പിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധി, IMF, ലോകബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളും UPIയുടെ വ്യാപ്തി, കാര്യക്ഷമത എന്നിവ അംഗീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വളർന്ന UPI ഇപ്പോൾ UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൌറീഷ്യസ്, ഖത്തർ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പേയ്മെന്റ് സംവിധാനവുമായി ബന്ധിതമാണ്. സാമ്പത്തിക ഇടപാടുകൾ വേഗത്തിലും ലളിതമായും സുതാര്യമായും സാധ്യമാക്കുന്ന ഒരു ജനകീയ പ്ലാറ്റ്ഫോമായി UPI മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 42 മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങിയതോടെ തെലങ്കാനയെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ശിവധർ റെഡ്ഡിയാണ് ഇക്കാര്യം അറിയിച്ചത്. മാവോയിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി.
നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യ 6.9% വളർച്ച കൈവരിക്കുമെന്ന് ഏഷ്യൻ വികസന ബാങ്ക്. ശക്തമായ ആഭ്യന്തര ചോദനം, ലളിതമായ പണലഭ്യത, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള കുറഞ്ഞ US തീരുവ എന്നിവ ഇതിന് സഹായിക്കുമെന്ന് ADB വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ 2026-2027 വർഷങ്ങളിൽ ഏഷ്യ പസഫിക് മേഖലയുടെ സാമ്പത്തിക വളർച്ച 5.1% കുറയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആകെ സമർപ്പിച്ച 1525 പത്രികകളിൽ 1463 സ്വീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 13. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് 29 നടക്കും. ഈ മാസം 23 വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുമുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറി ധീരജ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി. മണിവാസനായിരിക്കും പുതിയ ആഭ്യന്തര സെക്രട്ടറി. ചീഫ് സെക്രട്ടറി, വിജിലൻസ് DGP, ചെന്നൈ പോലീസ് കമ്മീഷണർ തുടങ്ങിയവരെയും നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രശംസിച്ച് വിദേശ പ്രതിനിധി സംഘം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടികൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പര്യടനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. 22 രാജ്യങ്ങളിൽ നിന്നുള്ള 38 അംഗ സംഘമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ എത്തിയത്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, പോളിംഗ് സാമഗ്രികളുടെ വിതരണം, വോട്ടെടുപ്പ് തുടങ്ങിയവ നേരിൽ കാണാൻ സംഘത്തിന് അവസരം ലഭിച്ചു. മികച്ച പോളിംഗ് ശതമാനം അഭിനന്ദനാർഹമാണെന്ന് വിദേശ സംഘം അറിയിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വീക്ഷിക്കാൻ അവസരം നൽകിയതിന് സംഘം നന്ദി അറിയിച്ചു. തിരഞ്ഞെടുപ്പിലെ സുതാര്യത, മികവ്, പ്രതിബദ്ധത തുടങ്ങിയവ പ്രശംസനീയമാണെന്നും വിദേശ സംഘം വ്യക്തമാക്കി. ക്രൊയേഷ്യൻ പ്രതിനിധി ജനാധിപത്യത്തിന്റെ ഉത്സവമെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിശേഷിപ്പിച്ചത്. 100% പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയ വെബ്കാസ്റ്റിംഗ് സംവിധാനം CCTV കൺട്രോൾ റൂമിൽ നിന്നും സംഘം വീക്ഷിച്ചു. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നടന്ന മോക്ക് പോൾ നേരിൽ കണ്ട വിദേശ സംഘം കേരളത്തിലെ ജെൻസി പ്രമേയത്തിലൊരുക്കിയ പോളിംഗ് ബൂത്തിനെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഉയർന്ന അന്തരീക്ഷ താപനിലയെ തുടർന്ന് വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും പകൽ താപനില ഉയരും. അതേസമയം വേനൽ ചൂടിന് ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴയെത്തി. ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി. 1965 ശേഷം ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരമാണ് ആയുഷ്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നിശ്ചിത ഓവറിൽ 219 റൺസെടുത്ത ഹൈദരാബാദിനെ 7 പന്ത് ബാക്കി നിൽക്കെ 223 റൺസ് നേടി പഞ്ചാബ് പരാജയപ്പെടുത്തുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി നാളെ മുതൽ ഈ മാസം 14 വരെ പാരീസിലും ബെർലിനിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. പാരീസിൽ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയുമായും ബെർലിനിൽ ജർമ്മൻ വിദേശകാര്യ ഓഫീസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും ചേർന്ന് വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിലെ പ്രസിഡന്റായി ഇസ്മായിൽ ഒമർ ഗുല്ലെ 6ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക ഫലങ്ങളനുസരിച്ച് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 97.81% വോട്ട് നേടിയായിരുന്നു ഗുല്ലെയുടെ വിജയം. 30 ലക്ഷത്തിനും അതിൽ താഴെയും എക്സ് ഷോറൂം വിലയുള്ള ഇലക്ട്രിക് കാറുകളുടെ റോഡ് നികുതി രജിസ്ട്രേഷൻ ഫീസും 100% ഒഴിവാക്കി ഡൽഹി സർക്കാർ. 2030 മാർച്ച് 31 വരെയാണ് ഈ ഇളവ്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയും ഇറാനുമായുള്ള ചർച്ച ഇസ്ലാമാബാദിൽ. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിലെന്നും പൂഴ്ത്തിവയ്പ് തടയുന്നതിനുള്ള നടപടികൾ രാജ്യത്ത് സജീവമാണെന്നും പെട്രോളിയം മന്ത്രാലയം. ആഗോള തത്സമയ പണമിടപാടുകളിൽ കരുത്തറിയിച്ച് ഇന്ത്യയുടെ UPI സംവിധാനത്തിന്റെ പ്രവർത്തനം 1 ദശകം പൂർത്തിയാക്കി. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഭിനന്ദിച്ച് വിദേശ പ്രതിനിധി സംഘം. തെരഞ്ഞെടുപ്പിലെ സുതാര്യത പ്രശംസനീയമെന്ന് സംഘം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്.
ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.